പള്ളുരുത്തിയിൽ നിന്നും യുവാവിനെ കാണാതായ സംഭവത്തിൽ പോലീസിന്റെ അനാസ്ഥയെന്ന് ഹൈബി ഈഡൻ MP. അന്വേഷണം ഊർജിതമാക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണറും പറഞ്ഞു. ഇക്കഴിഞ്ഞ ജൂലൈ 27 മുതൽ കാണാതായിരിക്കുന്ന ആദം ജോ ആന്റണി എന്ന CA വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതിനുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഹൈബി ഈഡൻ MPയോട് അറിയിച്ചു. ആദം ജോ ആന്റണി എന്ന ചെറുപ്പക്കാരൻ പള്ളുരുത്തിയിൽ നിന്ന് കാണാതായിട്ട് 60 ദിവസം തികയാണ്. പ്രാദേശികമായി വലിയ രോക്ഷം ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ മാതാപിതാക്കൾ വലിയ ആശങ്കാകുലരാണ്. CCTV വിഷ്വൽസോ മറ്റ് അനുബന്ധ തെളിവുകളോ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കണമെന്ന് അവരുടെ പാരൻസിൻ്റെ ഒരു ആവശ്യമാണ്, മാതാപിതാക്കളുടെ ആവശ്യമാണ് ഇന്ന് പുതുതായി ചുമതല ഏറ്റെടുത്തിട്ടുള്ള സിറ്റി പോലീസ് കമ്മീഷണർ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം അന്വേഷണം ഊർജിതപ്പെടുത്താമെന്നും ഏതെങ്കിലും തരത്തിൽ ആദത്തെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന ആവശ്യം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്പെഷ്യൽ എഫേർട്സ് ഇതിനെടുക്കുന്നുണ്ടെന്നോ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇതൊരു സാധാരണ കേസായി കാണാതെ ഒരു 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം നന്നായി പഠിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി CA കോഴ്സിൻ്റെ പ്രിലിമിനറി കോഴ്സ് ആദ്യവട്ടം തന്നെ ക്ലിയർ ചെയ്ത ഒരു മികച്ച വിദ്യാർത്ഥി, ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് കൂടിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം നല്ലൊരു കായിക താരം കൂടിയാണ്, സൈക്കിളിസ്റ്റാണ്. എല്ലാ ദിവസവും രാവിലെ 2 മണിക്കൂറിലധികം സൈക്ലിംഗ് സവാരി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഈ പശ്ചാത്തലങ്ങളെല്ലാം വെച്ച് അദ്ദേഹത്തെ കണ്ടുപിടിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിന് വേണ്ടി രൂപീകരിക്കണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ അവരുടെ ആശങ്കകളും പങ്കുവച്ചിട്ടുണ്ട്. നഗരമധ്യത്തിൽ നിന്നും ആദമിനെ കാണാതായിട്ട് 2 മാസം പിന്നിട്ടിട്ടും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഹൈബി ഈഡൻ MPയുടെ നേതൃത്വത്തിൽ മാതാപിതാക്കൾ സിറ്റി പോലീസ് കമ്മീഷണറെ സന്ദർശിച്ചത്. കൊച്ചി നഗരസഭാ കൗൺസിലർ അഭിലാഷ് തോപ്പിലും മുൻ കൗൺസിലർ തമ്പി സുബ്രഹ്മണ്യവും ഹൈബി ഈഡൻ MPക്കൊപ്പം ഉണ്ടായിരുന്നു. മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റുബല്ലോ, ന്യൂസ് ടുഡേ, എറണാകുളം.